അമാനുഷിക സംഭവങ്ങളും ദുരൂഹങ്ങളും വിശ്വാസങ്ങളും ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. പേടിപ്പെടുത്തുന്ന ഭയത്തിന്റെ ചിന്തകൾ വിതയ്ക്കുന്ന ഒരുപാട് കഥകളും അമാനുഷിക സംഭവങ്ങളും നിലനിൽക്കുന്നതാണ് നമ്മുടെ നാട്. മനോഹരമായ ഇടങ്ങൾ പ്രേതാനുഭവങ്ങളാൽ പിന്നീട് പേടിപ്പെടുത്തുന്ന ഇടങ്ങളാവാറുണ്ട്. ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ ഭീതിയുടെയും ആകാംക്ഷയുടെയും കഥകളുണ്ട്. ഇത്തവണത്തെ അൺകവേർഡ് എത്തി നിൽക്കുന്നത് അത്തരമൊരു കഥയ്ക്ക് പിന്നിലേക്കാണ്. തലസ്ഥാന നഗരിയിൽ ഭയത്തിന്റെയും നിഗൂഢതകളും നിറഞ്ഞ സുമതിവളവ് മാത്രമല്ല, പ്രേതബാധ എന്ന പേരിൽ ഇപ്പോഴും നിലനിൽക്കുന്ന മറ്റൊരു ഇടവും തിരുവനന്തപുരത്തെ മണ്ണിലുണ്ട്. ഹൈമാവതി. അതെ, ഭയവും ഭീതിയും നിറഞ്ഞ മറ്റൊരു പ്രശസ്തമായ സ്ഥലം. കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിലുള്ള ഹൈമാവതി കുളം. പഠനവും പ്രേതാനുഭവങ്ങളും ഒരുമിച്ച് ചേരുന്നിടം. കാടിന്റെ നടുവിൽ ജീർണിച്ച വീടിനടുത്തായി നിലനിൽക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട ഒന്നായിരുന്നു ഹൈമാവതി കുളം. ക്യാമ്പസിനകത്തെ ഈ കുളത്തിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു. പിന്നീട് ആ കുളം ആ പെൺകുട്ടിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് എന്നൊരു കഥ നിലനിൽക്കുന്നു. വലിയ മരങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലം. സൂര്യൻ കത്തിജ്വലിക്കുമ്പോഴും സൂര്യരശ്മികൾ താഴേക്ക് പതിക്കാൻ മടിക്കുന്ന ഇരുട്ടുമൂടിക്കിടക്കുന്ന തണുപ്പിനാൽ നിറഞ്ഞ അന്തരീക്ഷമാണ് ഹൈമാവതിക്ക് ചുറ്റും. അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം ക്യാമ്പസിന്റെ ഇടനാഴിയിൽ അലഞ്ഞു നടക്കുന്ന വെളുത്ത വസ്ത്രധാരണിയായ സ്ത്രീയെ കാണുന്നതും താപനിലയിൽ വരുന്ന മാറ്റവും ലൈറ്റ് മിന്നുന്നതായി അനുഭവിച്ചതായും ആളുകൾ പറയുന്നു. ആരായിരുന്നു ഹൈമാവതി? എന്തായിരുന്നു മനോഹാരിതയിൽ മുങ്ങിയ കാര്യവട്ടത്തെ ക്യാമ്പസിലെ പേടിപ്പെടുത്തുന്ന യക്ഷിയുടെ കഥ? ഹൈമാവതി എന്ന ബ്രാഹ്മണ യുവതിയെ ചുറ്റിപ്പറ്റിയാണ് ഈ കുളത്തിന് കഥ പറയാനുള്ളത്. കാമുകൻ ബ്രാഹ്മണനല്ലാത്തതിനാൽ ഹൈമാവതിയുടെ കുടുംബം അയാളെ കൊലപ്പെടുത്തി. തുടർന്ന് കുളത്തിൽ ചാടി ഹൈമാവതി ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഹൈമാവതിയുടെ ആത്മാവ് കുളത്തിൽ ചുറ്റിത്തിരിയുന്നതായാണ് അന്ന് പലരുടെയും വിശ്വാസം. ഇത് ആളുകളിൽ ഭയത്തിന്റെ വിത്ത് പാകി. കുളത്തിൽ ഹൈമാവതിയെ കണ്ടെന്ന് ആ നാട് മുഴുവനും പറഞ്ഞു. ഇത് വെള്ളവസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെയോ അല്ലെങ്കിൽ ഒരു സാധാരണ പുരുഷന്റെ ഇരട്ടി വലിപ്പമുള്ള ഒരു സ്ത്രീയെയോ സമീപത്തെ ടെക്നോ പാർക്കിലെ ജീവനക്കാരും കണ്ടതായി നിരവധി കഥകൾ പടർന്നു പിടിച്ചു. കുളത്തിൽ നിന്ന് പുറപ്പെടുന്ന വിശദീകരിക്കാനാകാത്ത ശബ്ദങ്ങൾ, സഹായത്തിനായുള്ള നിലവിളികൾ, ചിരികൾ, പാദചലനങ്ങൾ ഹൈമാവതി കുളത്തിൽ നിന്ന് കേട്ടതായി പലരും പറയുന്നു. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ലൈബ്രറി രാത്രിയിൽ പഠിക്കുന്നവരുടെ കേന്ദ്രം മാത്രമല്ല, മറിച്ചൊരു പ്രേതബാധയുടെ കേന്ദ്രമാണെന്ന് പറയപ്പെടുന്നു. കാര്യവട്ടത്തെ ക്യാമ്പസിലെ മനോഹരമായ സൗന്ദര്യവും പച്ചപ്പും നിറഞ്ഞ സ്ഥലം ഹൈമാവതിയുടെ നഷ്ടത്തിൽ ദുഃഖിക്കുന്നത് പോലെ നിലകൊണ്ടു. കുളത്തിൽ എന്തെങ്കിലും ചെയ്യുന്നതോ സ്ത്രീയുടെ ഓർമ്മയെ അനാദരിക്കാനോ ശ്രമിക്കുന്നതോ നിർഭാഗ്യകരമോ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന അന്ധവിശ്വാസത്തിനും ഈ കഥകൾ കാരണമായി. ഇങ്ങനെയുള്ള പ്രേതകഥയ്ക്ക് ഒരു ഗുണവശമുണ്ടായിരുന്നു. മനുഷ്യന്റെ കടന്നുകയറ്റത്തിൽ പെടാതെ ഈ കുളം സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമായി മാറി. എന്നാൽ അന്ധവിശ്വാസങ്ങളുടെ പൊളിച്ചെഴുത്തിനായി കാര്യവട്ടം ക്യാമ്പസിലെ സൈക്കോളജിസ്റ്റ്, മുൻ മേധാവിയും പാരാസൈക്കോളജിസ്റ്റുമായ ജോർജ് മാത്യു എന്ന് ഒരു വ്യത്യസ്തമായ വിശദീകരണം നടത്തി. ഹൈമാവതി കാര്യവട്ടത്തെ ക്യാമ്പസിലെ ആ കുളത്തിലല്ല മരിച്ചതെന്നും ക്യാമ്പസിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ് ഹൈമാവതി ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഹൈമാവതിയുടെ പേടിപ്പെടുത്തുന്ന കഥകളെ പൊളിച്ചെഴുതന്റെ മറ്റൊരു ഭാഗമായിരുന്നു 2018 യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയനും SFIയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ രാത്രിയിൽ വിളക്കുമായി കുളത്തിനു ചുറ്റും ഒത്തുകൂടിയത്. ഹൈമാവതി ഒരു മിഥ്യയോ സത്യമോ എന്ന വിഷയത്തിൽ നടന്ന ചർച്ച അവിടെ മറ്റൊരു മിഥ്യയെയും പ്രചരിക്കുന്ന കെട്ടുകഥകൾക്കും അവസാനം കുറിക്കുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ടുനിന്ന ചർച്ച അവസാനിച്ചത് പ്രേതകഥ പൊളിച്ചെഴുതേണ്ടതിന്റെ ആവശ്യകത നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടതോടെയാണ്. ഇന്ന് പേടിപ്പെടുത്തുന്ന കുളമല്ല ഹൈമാവതിയുടേത്. ആ പ്രേതഭയത്തിന് സ്ഥാനമില്ലാത്ത വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ഇടമാണ് ഇന്ന് ഹൈമാവതി കുളം.